ഹലോ, അസ്സലാമു അലൈക്കും. മൈ യൂട്യൂബ് സ്റ്റോറി കിച്ചൺ ജ്യൂസിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഇത് ഞാനിവിടെ കാണിക്കുന്നത് നമ്മളുടെ പ്രാച്ചിമീൻ കറി വെക്കുന്ന രീതി കേട്ടോ. അപ്പോൾ നമ്മൾ മീൻ വെട്ടി കടയിൽ നിന്ന് നമുക്ക് വെട്ടി ക്ലിയറാക്കി തരും. അപ്പോൾ വെട്ടി ക്ലിയറായി കൊണ്ടെത്തുന്നാലും നമ്മൾ കഴുകുമ്പോഴെപ്പോഴും ശ്രദ്ധിക്കേണ്ട സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഈ മീനിൻ്റെ വയറിൻ്റെ ഭാഗമുണ്ടല്ലോ, കുടലിൻ്റെ വയറിൻ്റെ ഒക്കെ ഭാഗത്ത് ഇതേപോലെ പച്ച ഒരു ബ്ലാക്ക് പാട പോലത്തെ സാധനം ഉണ്ടാവും. അപ്പോൾ അതെടുത്ത് ശരിക്കും കളയണം. അത് എടുത്ത് കളഞ്ഞിട്ടില്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് പണി കിട്ടും. ചിലർക്ക് വയറുവേദന അതേപോലെ വയറിളക്കം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതേപോലെ അങ്ങനെ ഈ ആ പാട അങ്ങനെ ഒലിച്ചു കഴിഞ്ഞാൽ പോരും. അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് മീൻ കറി ഉണ്ടാക്കാനുള്ള സെറ്റപ്പ് ചെയ്യാം. നമുക്ക് ആവശ്യമായിട്ടുള്ളത് ചെറുള്ളി, അതേപോലെ പച്ചമുളക്, വെളുത്തുള്ളി, കുടംപുളി, തക്കാളി, വെളിച്ചെണ്ണ, അതേപോലെ ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി. ഇത് നമുക്ക് ആവശ്യമായിട്ടുള്ളത് വേണ്ടത്. അപ്പോൾ നമ്മൾ മീൻ കറി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നല്ലത് മൺചട്ടി തന്നെയാണ് നല്ലത്. അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നമ്മൾ കുറച്ചധികം ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നാളികേരത്തിൻ്റെ ആവശ്യമില്ല, നാളികേരം അരച്ചൊഴിക്കേണ്ട ആവശ്യമില്ല. ആ വെളിച്ചെണ്ണ ഒന്ന് മൂത്തതിന് ശേഷം അപ്പോൾ തന്നെ നമ്മളെ വെളുത്തുള്ളി ഇടുക. വെളുത്തുള്ളി ഇട്ട് കഴിഞ്ഞാൽ ഗ്യാസിൻ്റെ ചില ആൾക്ക് മീൻ കറി കിട്ടിയാൽ ഇപ്പോൾ ഗ്യാസ് ഉണ്ടാവും, ഈ ഭയങ്കര തേട്ടിച്ചലൊക്കെ ഉണ്ടാവും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളി ഉപയോഗിക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മൾ ചെറുള്ളിനെ എടുത്തേക്കുന്നുണ്ട്. ഞാൻ ചെറുള്ളി എടുത്തു കഴിഞ്ഞാൽ കറി മധുരിക്കില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് പച്ചമുളകാണ്. പച്ചമുളക്, തക്കാളി, ഇതെല്ലാം കൂടി നമ്മൾ യോജിപ്പിച്ച്, അതേപോലെ നമ്മളുടെ കുടംപുളിന് ഇട്ടേക്കണത്, കുടംപുളി ഇട്ട് പിന്നെ കുറച്ച് മല്ലിപ്പൊടി കുറച്ചിട്ടാൽ മതി, അധികം ആവശ്യമില്ല. മല്ലിപ്പൊടി, അതേപോലെ മുളക് പൊടി ഞാൻ ഇട്ടേക്കണത് കാശ്മീരി ചില്ലിയാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് അധികം ഞാൻ ഇട്ടിട്ടുണ്ട്. അധികം എരിവില്ല കാശ്മീരി ചില്ലിക്ക്, കളറ് മാത്രമേ ഉള്ളൂ. നമുക്ക് ഭയങ്കര കളറായിരിക്കുള്ളൂ, നമ്മൾ വിചാരിക്കും ഭയങ്കര എരിവ്, പക്ഷെ അധികം എരിവില്ലാത്ത സംഭവമാണ് കാശ്മീരി ചില്ലി. അപ്പോൾ ചെറിയ ടീസ്പൂണിൽ 3 ടീസ്പൂൺ എടുത്തേക്കുന്നുണ്ടാവും. പിന്നെ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. പിന്നെ നമ്മളെ കുടംപുളി ആയിരിക്കും നല്ലത്. പിന്നെ കുടംപുളി ഇല്ലെങ്കിൽ പിന്നെ പല പുളികളും ഉപയോഗിക്കുന്നുണ്ടല്ലോ, കോൽപ്പുളി, അതേപോലെ മാങ്ങ ഉപയോഗിക്കുക, അതേപോലെ ഇരുമ്പാമ്പുളി ഉപയോഗിക്കുക. പലർക്കും പല ഇതായിട്ട് ഇടാൻ പറ്റും പുളി ആവശ്യമുള്ളവർക്ക്. അപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് കുടംപുളിയാണ്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ടിട്ട് പിന്നെ നന്നായിട്ട് അതിൽ മീനിട്ട് നന്നായിട്ടൊന്ന് അതിനെ സെറ്റായി കഴിഞ്ഞാൽ സംഭവം സെറ്റാണ് കേട്ടോ. ഇതിൽ നമുക്ക് ആവശ്യത്തിന് ചോറ് കൂട്ടി കഴിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കറി വേണം. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ കറി ഉണ്ടാവും. അതല്ലെങ്കിൽ ഇതേപോലെ തന്നെ വറ്റിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചാണ് എടുത്തത് ചോറിന് കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് ഞാൻ, അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. ഇനി നമ്മൾ ചെറിയ തീയിലിട്ട് കഴിഞ്ഞിട്ട് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ മീൻ കറി റെഡിയായി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും, ഇൻഷാ അല്ലാഹ്.